വാർത്തകൾ വിശദമായി. ശബരിമലയിലെ ആചാര വിശ്വാസ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമല്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങളിൽ ലംഘനമുണ്ടായാൽ തന്ത്രിയുമായി കൂടിയാലോചിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ശുദ്ധിക്രിയ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് മന്ത്രി വ്യക്തമാക്കി. ദേവസ്വം മാനുവൽ അനുസരിച്ച് തന്ത്രിയെയും ജീവനക്കാരനെ പോലെ കണക്കാക്കണമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വരുമാനത്തിൽ 100 കോടി രൂപയുടെ കുറവുണ്ടായതായും ദേവസ്വം മന്ത്രി അറിയിച്ചു. ശബരിമല തന്ത്രി ദേവസ്വം ജീവനക്കാരനല്ലെന്നും ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണെന്നും ദേവസ്വം മന്ത്രി സഭയിൽ രേഖാമൂലം അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നടയടച്ച് പരിഹാരക്രിയ ദേവസ്വം മാനുവൽ വ്യവസ്ഥ ചെയ്യുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തന്ത്രി പദവി പരമ്പരാഗതമായി താഴമൺ കുടുംബത്തിന് വന്നു ചേർന്നതാണെന്ന കാര്യം സിവിൽ കോടതി ശരിവച്ചിട്ടുണ്ടെന്നും ദേവസ്വം മന്ത്രി മറുപടി നൽകി. 2017-2018 സാമ്പത്തിക വർഷത്തിനേക്കാൾ വരുമാനത്തിൽ 100 കോടി രൂപയുടെ കുറവാണ് ശബരിമലയിൽ ഉണ്ടായത്. 180.19 കോടി രൂപയാണ് ഇത്തവണത്തെ വരുമാനം. കഴിഞ്ഞ വർഷം ഇത് 279.44 കോടി രൂപയായിരുന്നു. അംഗങ്ങളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പശ്ചിമബംഗാളിൽ സിബിഐയെ തടഞ്ഞതിലൂടെ മമതാ ബാനർജി അഴിമതിയെ സംരക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സിബിഐക്കെതിരായ നീക്കം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ്. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. NDA ഇതര കക്ഷികളോട് അകലം പാലിച്ചിരുന്ന ബിജു ജനതാളിന്റെ BJD, ശിവസേന തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സമാനതകളില്ലാത്ത സംഭവവികാസമാണ് പശ്ചിമബംഗാളിൽ നടന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ചടിച്ചു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ് ബംഗാളിലുണ്ടായത്. അഴിമതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. कल कलकत्ता में CBI के अधिकारियों को उनको लॉफुल ड्यूटीज को करने से न केवल रोका गया, बल्कि उन्हें कलकत्ता पुलिस द्वारा पुलिस थाने में डिटेन किया गया। मैं समझता हूं कि ऐसी घटना देश के इतिहास में अनप्रेसिडेंटेड है। जैसा कि इस सदन को अवगत होगा, CBI को शारदा स्कैम की जांच करने की जिम्मेदारी ऑनरेबल सुप्रीम कोर्ट ऑफ इंडिया द्वारा दी गई है। പ്രതിപക്ഷ പാർട്ടികളെ നശിപ്പിക്കാനാണ് CBIയെ സർക്കാർ ഉപയോഗിക്കുന്നതെന്ന് മല്ലികാർജുന ഖാർഗെ കുറ്റപ്പെടുത്തി. എന്നാൽ ബംഗാളിൽ മമതയുടെ തേർവാഴ്ചയാണെന്ന് TMC വിമത MP സൗമിത്ര ഖാൻ പറയാൻ ശ്രമിച്ചത് തൃണമൂൽ അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് സഭയുടെ മുമ്പിലേക്ക് ക്ഷണിച്ച സ്പീക്കർ MPക്ക് മറ്റൊരു മൈക്ക് നൽകി ആരോപണം ആവർത്തിക്കാൻ അവസരമൊരുക്കി. അതേസമയം ചെട്ടിത്തട്ടിപ്പ് കേസുകളിലെ CBI അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിലെ IPSകാരെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സത്യാഗ്രഹം 2ാം ദിവസത്തിലേക്ക് കടന്നു. മന്ത്രിസഭാ യോഗവും സത്യാഗ്രഹ പന്തലിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്തു. പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി പ്രകാശ് ജാവദേക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാൾ പോലീസ് CBI ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ CBI നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ചെട്ടിത്തട്ടിപ്പ് കേസിലെ തെളിവുകൾ നശിപ്പിച്ച് നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. CBI നൽകിയ ഹർജിയിൽ അത്തരം തെളിവില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. CBIക്ക് വേണ്ടി സുപ്രീം കോടതിക്ക് മുമ്പിലെത്തിയ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 2 ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ചിട്ടി ഫണ്ട് തട്ടിപ്പിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നു. എത്രയും വേഗം കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകണം. 2, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ധർണയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണം. മറുപടി നൽകിയ ചീഫ് ജസ്റ്റിസ് അപേക്ഷയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. കമ്മീഷണർ ചിട്ടിത്തട്ടിപ്പിലെ തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുമ്പോഴും അത് വ്യക്തമാക്കാനുള്ള തെളിവുകൾ അപേക്ഷയിലില്ല. മറ്റാവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യം ഉള്ളതുമല്ല. പിന്നെന്തിനാണ് ഇത്ര ധൃതി? പോലീസ് കമ്മീഷണർ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് നാളെ രാവിലത്തേക്ക് മാറ്റി. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യവും കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മോദിക്കെതിരെ നിതിൻ ഗഡ്കരിയുടെ ഒളിയമ്പ്. കുടുംബം നോക്കാത്തവർക്ക് രാജ്യം നന്നാക്കാൻ കഴിയില്ലെന്ന നിതിൻ ഗഡ്കരി. തന്റെ ജീവിതം പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി നീക്കിവെച്ചിരിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് രാജ്യം നന്നാക്കുകയാണ് എന്നാണ് ഗഡ്കരി പറയുന്നത്. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകൾ തുടരുന്നു. NSSന്റെ വിരട്ടൽ CPM-നോട് വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട. BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് ജാഥ നടത്തുന്നത്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് BJPയുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുവെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. NSS നടത്തേണ്ടത് സമുദായ പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുൻപ് NSS ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയെ LDF തോൽപ്പിച്ചിരുന്നു. NSS നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടുകളെ അവരുടെ അണികളെ ഉപയോഗിച്ച് പരാജയപ്പെടുത്തും. NSSന്റെ വിരട്ടൽ CPIM-നോട് വേണ്ട. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട എന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ NSS ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. നേരത്തെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP. ആ NDPയുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി 1982-ൽ NDPയും കൂടി ചേർന്ന മുന്നണി UDF ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ മുന്നണിയെ NDP കൂടിയുള്ള മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 1987-ൽ ആ ജാതിമത ശക്തികളുടെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ NSS മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിരട്ടലിൻ്റെ മുമ്പിലും ഭയപ്പെടുത്തലിൻ്റെ മുമ്പിലും CPIM അതിന് വിധേയമാകാൻ പോകുന്നില്ല. KPCC ജാഥ നടത്തുന്നത് BJP അണികളെ ആകർഷിക്കാനാണെന്നും കോടിയേരി ആരോപിച്ചു. UDFും BJPയും തമ്മിൽ രഹസ്യ ധാരണയിലാണ്. ചില മണ്ഡലങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കൾ BJP RSSുമായി രഹസ്യബന്ധം സ്ഥാപിച്ചതായും കോടിയേരി പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ RSSുമായിട്ടുള്ള രഹസ്യബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് KPCC പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള യാത്രയിൽ ഉയർത്തുന്ന പ്രചരണ പരിപാടികൾ. ബംഗാൾ സംഭവം മോദിയും മമതയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കെ സുധാകരനെ തള്ളിപ്പറഞ്ഞ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിൽ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. മത്സരം UDFും BJPയും തമ്മിലാണെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തെയാണ് മുല്ലപ്പള്ളി തള്ളിയത്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഫെബ്രുവരി 21-ന് കേസ് സെഷൻസ് കോടതി പരിഗണിക്കും. ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. അതേസമയം കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണമെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം PSC മുഖാന്തരം 90,183 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി. 2018 ഡിസംബർ വരെയുള്ള കണക്കാണിത്. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായി വകുപ്പ് പരിശോധനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി സഭയെ അറിയിച്ചു. വിമാനത്താവള വികസന വിഷയത്തിൽ സർക്കാരിന് വിവേചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി. വികസനത്തിന് വിമാനത്താവളങ്ങൾ അത്യാവശ്യമാണ്. കരിപ്പൂർ വിമാനത്താവള വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. KSRTCയിലെ റിസർവ് കണ്ടക്ടർ തസ്തികയിൽ PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ നൽകിയ അപ്പീലുകൾ അനുവദിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. അതേസമയം ഒഴിവുള്ള തസ്തികകളിൽ എംപാനലുകാരെ നിയമിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. എന്നാൽ എംപാനലുകാർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് നിയമാനുസൃതം നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എംപാനൽഡ് വിഷയത്തിലെ കോടതി വിധി ജീവനക്കാരുടെ കാരുണ്യമില്ലാത്തതെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. വിധിയെ മറികടന്ന് സർക്കാരിനൊന്നും ചെയ്യാനാകില്ല. ഈ സാഹചര്യത്തിൽ സമരം തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്നവർ ആലോചിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സെനഗലിൽ അറസ്റ്റിലായ അധോലോക നേതാവ് രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ തയ്യാറെടുത്ത കൊച്ചി പോലീസ്. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നീക്കം. പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച് കേരള പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കൊച്ചിയിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിച്ചു.